Hello friends, welcome to Investing Right. I am Tenny. ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിംഗ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശരിയായ രീതിയിൽ പ്ലാനിംഗ് നടത്തി നമ്മളുടെ ജോലിയിൽ നിന്നും 5-10 വർഷം നേരത്തെ എങ്ങനെ റിട്ടയർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനുതകുന്ന വീഡിയോകളാണ് ഞാൻ ഈ ചാനലിൽ കൊടുത്തിട്ടുള്ളത്. റിട്ടയർ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം ദുസ്സഹമാക്കാതെ എങ്ങനെ പോകും എന്നുള്ളതിലാണ് മിടുക്ക്. ലൈഫ് ഗോൾസിനെ പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഫിനാൻഷ്യലായി പ്ലാനിങ് നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ബാങ്ക്സ് പോലെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുകയാണ് പതിവ്. പലതരത്തിലുള്ള പ്രോഡക്ട്സും അവിടെ അവൈലബിൾ ആയിരിക്കാം. എന്തെല്ലാമാണത്? യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ്, മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഡെറ്റ് ഫണ്ട്സ്, അതിൽ തന്നെ ഗിൽറ്റ് ഫണ്ട്സ്, മന്ത്ലി ഇൻകം ഓപ്ഷൻസ്, ഇക്വിറ്റി ഫണ്ട്സ്, NCDs, അതുകൂടാതെ റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് പ്രോഡക്ട്സ്, പെൻഷൻ പ്ലാൻസ്, ചിൽഡ്രൻസ് മാരേജ് പോളിസി, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ പോളിസീസ്, ഇങ്ങനെ വളരെയധികം പ്രോഡക്ട്സ് നമ്മളുടെ ചുറ്റും നമുക്ക് കാണാം. അതിൽ പലതും നമ്മുടെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കാനും നിർബന്ധിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇതിൽ പലതും ഒരു ഡിറൈവ്ഡ് പ്രോഡക്ട്സ് ആണ്. അതായത് പ്ലെയിൻ വെനില പ്രോഡക്റ്റ്, ബേസിക് ആയിട്ടുള്ള 3 പ്രോഡക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്ന പ്രോഡക്ട്സുകളുടെ ഒരു കൂട്ടം, അതാണ് ഡെറ്റ് പ്രോഡക്ട്സ്. ഇത് കൂടാതെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ അനേകം AMCകളുണ്ട്. അവർക്ക് ഓരോന്നിനും പലതരത്തിലുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസിലായിട്ടുള്ള മന്ത്ലി ഇൻകം ടെക്സ്, ഇക്വിറ്റി ഉള്ളായിട്ടുള്ളത്, ബാലൻസ്ഡ് ഫണ്ട്സ്, മൾട്ടി ക്യാപ് ഫണ്ട്സ്, ഫ്ലെക്സി ക്യാപ്, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോഡക്ട്സും മ്യൂച്വൽ ഫണ്ട്സ് വിതരണം ചെയ്യുന്നു. ഇതിൽ നിന്നും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളൊരു കാറ്റഗറി മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ അത് ഉപയോഗത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കാറിലുള്ള എയർ ബാഗ്സ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, സ്മോക്ക് ഡിറ്റക്ഷൻ അലാംസ് നമ്മുടെ ഓഫീസുകളിലുള്ളത്, ഇതെല്ലാം ഒരു അവസരം വരുമ്പോൾ അതിൻ്റെ ഉപയോഗം നമുക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ അത് ഉള്ളതുകൊണ്ട് എത്ര നന്നായി എന്ന് നമ്മൾ കരുതാറുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ ശരിയായ രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വരുന്ന വലിയ ആഘാതങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ഇൻഷുറൻസ് എടുക്കുമ്പോൾ വളരെയധികം തെറ്റായ തീരുമാനങ്ങൾ ഇൻവെസ്റ്റേഴ്സ് എടുക്കാറുണ്ട്. വലിയ ഒരു തുക പ്രീമിയമായി അടയ്ക്കുന്നു എന്നതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട് എന്ന് കരുതുക വയ്യ. 3 പ്രോഡക്ട്സ് മാത്രമാണ് ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. 20-25 വയസ്സിൽ തന്നെ നമുക്ക് ജോലി കിട്ടി സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ 3 പ്രോഡക്ട്സിൽ മാത്രം പരിമിതപ്പെടുത്തി നമ്മുടെ റിട്ടയർമെന്റ് കോർപ്പസിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ 55-60 വയസ്സോ സമയത്ത് കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു തുക പിന്നീടുള്ള ജീവിതത്തിലേക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. നമ്മളുടെ എംപ്ലോയ്മെന്റ് കാലം ഒരു 30-35 വർഷം മാത്രമാണ്. 25 വയസ്സിൽ തുടങ്ങുന്ന ആൾ വളരെ നേരത്തെ തന്നെ ഇതിന്റെ പ്ലാനിങ് തുടങ്ങേണ്ടതാണ്. ആദ്യ പേ ചെക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് ഒരു എമൗണ്ട് മാറ്റിവെക്കേണ്ടതാണ്. ആദ്യത്തെ പ്രോഡക്റ്റ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതായത് പ്രൊവിഡന്റ് ഫണ്ട്, PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്സ് മുതലായ കാര്യങ്ങളിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാവാം. ഇപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ ഒരു നിക്ഷേപം എന്തായാലും ഉണ്ടായിരിക്കും. ലീഗലായി ഉറപ്പായിട്ടും ഉണ്ടാകേണ്ട ഒരു നിക്ഷേപമാണ്. ആ ഒരു നിക്ഷേപം ഉണ്ടെങ്കിൽ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി നമ്മൾ കൂടുതലായി പിന്നീട് ചിന്തിക്കേണ്ടതില്ല. ചെറിയൊരു തുക മാത്രമാണ് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലായി നമ്മൾ വിലയിരുത്തി അതിലേക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത്. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഏതെല്ലാമാണ് നല്ല ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നല്ല കമ്പനികളുടെ നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ്, അതുപോലെ കവേർഡ് ബോണ്ട്സ്, PF, PPF, VPF മുതലായ സ്കീമുകളിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്നിവയെല്ലാം ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. മറ്റ് പ്രോഡക്ട്സിനെ എല്ലാം നമുക്ക് മാറ്റി നിർത്താം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്തതായി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി. ഒരു ഇൻഫ്ലേഷൻ ബീറ്റൻ റിട്ടേൺ തരാൻ കഴിയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന 2 ഓപ്ഷൻസ്, ഒന്ന് പ്രോപ്പർട്ടിയും ഒന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സുമാണ്. പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും നമുക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങളെ നിറവേറ്റുന്നതിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അമിതമായി
റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് പലപ്പോഴും അഭികാമ്യമായിരിക്കുകയില്ല. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിനുള്ള ഇൻട്രസ്റ്റ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഗവൺമെന്റ് സപ്പോർട്ടും ഈ ഒരു സെക്ടറിൽ കുറവാണ്. റീറ്റെയിൽ ആളുകളായിട്ടുള്ള നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം. കാരണം പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ദുർഘടങ്ങളെ നമ്മൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്, ജെന്യുവിനിറ്റി ഓഫ് ടൈറ്റിൽസ്, പേപ്പേഴ്സ് ശരിയാണോ എന്നുള്ളത് നോക്കണം. പല സിറ്റികളിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ നൂലാമാലകളുടെ പുറകെ പോകേണ്ട ആവശ്യം പലർക്കും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഹൗസിംഗ് പ്ലോട്ടോ മറ്റോ ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ പിന്നീടുള്ള തലമുറയിലേക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഡിവിഷൻ പോസിബിൾ ആയിരിക്കില്ല ഒരു ചെറിയ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ തന്നെ. അതുപോലെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഇമ്മൂവബിൾ അല്ല. നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറുന്നു, ഇതിനെയും കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യത വേറെ ഒരു സ്റ്റേറ്റിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് ഉണ്ടാകുന്ന അതിന്റെ പ്രോപ്പർട്ടിയുടെ ചുറ്റുഭാഗത്ത് ഉണ്ടാകുന്ന എല്ലാ ദോഷവശങ്ങളും അതിന്റെ ത്രൂ ഔട്ട് അതിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇല്ലിക്വിഡിറ്റി, നമുക്ക് വേണ്ടുന്ന സമയങ്ങളിൽ ഇതിനെ കൊടുത്ത് അതിനെ പണമാക്കി മാറ്റാനുള്ള സൗകര്യക്കുറവുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഒരു എക്സസ് മണി ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടിയിലാവാം. അതും കഴിയുന്നതും ഒരു ബിൽഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു ലാൻഡിൽ തന്നെയായിരിക്കണം അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ. കാരണം ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ഹൗസ് പ്ലോട്ട് എന്നുള്ളത് ഒരു അപ്രീഷിയേറ്റിംഗ് അസറ്റും ഒരു ബിൽഡിംഗ്, ഫ്ലാറ്റ്, ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി എന്നുള്ളതെല്ലാം ഒരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റുമായിട്ടാണ് വാറൻ ബഫേ മുതലായ ഇൻവെസ്റ്റ്മെന്റ് ഗുരുക്കൾ കണക്കാക്കുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇതിന്റെ വേറൊരു. ഈ ഒരു പ്രോഡക്ട്സിനെയാണ് നമ്മളുടെ കൂടുതലായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമ്മൾ പണം മുടക്കി കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട് മാനേജർ ശരിയായ രീതിയിൽ തന്റെ എക്സ്പെർട്ടൈസോടും തനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അനാലിസിസ് ടൂൾസ് എല്ലാം ഉപയോഗിച്ച് നല്ല കുറച്ച് കമ്പനികളിൽ നിക്ഷേപിക്കുന്നു. ഈ കമ്പനികൾ അടുത്ത വർഷങ്ങളിൽ വളരെയധികം വളർച്ച കൈവരിക്കും എന്ന് കരുതി വരുന്നതാണ്. അതിനാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ വഴിയാവണം റിട്ടയർമെന്റ് കോർപ്പസിനുള്ള ഒരു ഫണ്ട് നിരൂപിക്കുക. കാരണം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിന്റെ പാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15-16% ടോട്ടൽ റിട്ടേൺ നമുക്ക് നൽകിയിരിക്കുന്നു വർഷാവർഷം. തുടർന്നും അങ്ങോട്ട് ഇതേ റിട്ടേൺ അല്ലെങ്കിൽ ഒരു 14% റിട്ടേൺ നമുക്ക് കിട്ടാനായി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു അവസ്ഥയിൽ പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനേക്കാളും കുറച്ചുകൂടി ലിക്വിഡിറ്റി കൂടുതൽ, ഡിവിഷൻ കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നു, അടുത്ത തലമുറയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കുന്നു, നമ്മളുടെ കൂടെ കൊണ്ടുപോകാം, ഫിസിക്കൽ ഫോമിലല്ല ഡിമാറ്റ് ഫോമിലാണ് എന്നുള്ള അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. അടുത്തതായി ടേം ഇൻഷുറൻസ്. ഇൻഷുറൻസ് പല വിധത്തിലും ഉണ്ട് എന്നുള്ള ടേം ഇൻഷുറൻസിലാണ് നമ്മളുടെ ലൈഫിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു അൺഫോർച്ചുനേറ്റ് ഇവന്റിൽ നമ്മുടെ ലൈഫ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിന് അതുമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന പ്രീമിയം ഒരിക്കലും ഒരു നഷ്ടമല്ല എന്ന് കരുതി പലരും വലിയ തുകയ്ക്കുള്ള ടേം ഇൻഷുറൻസുകൾ എടുത്തത് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെയും ആവശ്യമില്ല. കുടുംബത്തിന് ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു ലോണോ മറ്റ് ബാധ്യതകളോ ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റീസിനെ മാറ്റുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന, പിന്നീടുള്ള കുടുംബത്തിന് 1-2 വർഷത്തേക്കുള്ള സപ്പോർട്ടിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ടേം ഇൻഷുറൻസ് കൊടുക്കുന്നത്. കൂടുതൽ തുക കുടുംബത്തിന് കിട്ടുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കാര്യം തന്നെ. എന്നാൽ വേണ്ടി ഒരു വലിയ പ്രീമിയം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ഓരോ വർഷവും. 99% ആൾക്കാർക്കും അതിന്റെ ഒരു ഉപയോഗം ലഭിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഒരു ടേം ഇൻഷുറൻസ് ഉപയോഗത്തിൽ വരുന്നത്. അപ്പോൾ 25 വയസ്സുള്ള ഒരാളോ നിങ്ങൾ റിട്ടയർമെന്റിനോട് അടുത്ത് നിൽക്കുന്ന 40-45 വയസ്സിലുള്ള ആളോ ആയിരിക്കട്ടെ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ 3 പ്രോഡക്ട്സുകളിൽ മാത്രം പരിമിതപ്പെടുത്തണം. ഇതുവരെ നിങ്ങൾ വേറെ പല പ്രോഡക്ട്സിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നൽകിയിരിക്കുന്നത്. അത് വീണ്ടും ഒരു റിവ്യൂ ചെയ്യുക. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ നോക്കുക. 15% റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് ഒരു 5.5% കിട്ടുന്ന FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളേക്കാൾ എത്രയോ കൂടുതലാണ്. ഇതാണ് പ്ലെയിൻ വനില പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ടേം ഇൻഷുറൻസ്. ഈ 3 പ്രോഡക്ട്സിനെ കൂട്ടിയും കുറച്ചും മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് മറ്റ് ഡിറൈവ്ഡ് പ്രോഡക്ട്സ്. ചിൽഡ്രൻസ് മാരേജ് പ്ലാൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് പ്ലാൻ ആയിക്കോട്ടെ, പെൻഷൻ പ്ലാൻ ആയിക്കോട്ടെ, അതുപോലെ മറ്റ് പ്രോഡക്ട്സ് എല്ലാം, ബാലൻസ്ഡ് ഫണ്ട്സ് എല്ലാം ഇതിനെ ഒരു ചെറിയ അനുപാതം മാറ്റി ഡിഫറെൻ്റ് ആയി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? നമ്മൾ ഇതിൽ വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ് ആഡ് ആകുന്നു. അനാവശ്യമായി നമ്മൾ ഒരു ഫീസ് ഇവർക്ക് കൊടുക്കേണ്ടി വരുന്നു.
നമ്മൾ മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ചെറിയ 1-2% ഫീസ് ഒരു വലിയ ദീർഘനാളത്തേക്കുള്ള ഒരു നിക്ഷേപത്തിൽ വന്നുകൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറവ് 10 ലക്ഷത്തിന് ഒരു 50 കൊല്ലം കൊണ്ട് ഉണ്ടാകുന്ന കുറവ് ഏകദേശം 80 കോടി രൂപയാണ്. നമ്മുടെ വീഡിയോ കണ്ടില്ലാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലെയിൻ വെനില പ്രോഡക്ട്സ്, ദ ബേസിക് പ്രോഡക്ട്സ് എന്ന് പറയും, അതായത് നേരിട്ട് ഇക്വിറ്റിയിൽ ഡയറക്റ്റ് ഗ്രോത്ത് സ്കീംസിലുള്ള ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുക. മറ്റ് പല ഇൻഷുറൻസുകൾ, എൻഡോമെന്റ് പോളിസി, മണി ബാക്ക്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒരു നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ആണ്. അതിലേക്ക് പോകേണ്ടതില്ല. ഓരോ ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവരുടേതായ യുലിപ്സ് ഉണ്ടാകാം. അതിന്റെ പ്രത്യേകതകളും ഓരോന്നിനും മാറി മാറിയിരിക്കാം. ഇതുകൊണ്ടാണ് XYZ ബാങ്കിന്റെയും ABC ബാങ്കിന്റെയും 2 യുലിപ്പ് പ്രോഡക്ട്സ് കമ്പയർ ചെയ്യാൻ തന്നെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ബുദ്ധിമുട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാലാവധി, അതിൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക് മോസ്റ്റ് അഗ്രസീവിലേക്ക് മാറ്റാവുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓപ്ഷൻസ്, ഇതെല്ലാം ഓരോന്നിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കറക്റ്റാക്കി വെച്ച് ഇതിനെ ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ 1-2 ദിവസം എടുത്തേക്കാം. അതിനാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് സമയം കളയാനുള്ള സമയം നമ്മുടെ പക്കലില്ല. നമ്മളുടെ ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. അതിനാൽ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് വേണ്ടത്. 30-35 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 3 പ്രോഡക്ട്സ്: ടേം ഇൻഷുറൻസ്, ഇൻഷുറൻസ് അല്ല ടേം ഇൻഷുറൻസ്, നിങ്ങളുടെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അത് നിങ്ങൾക്ക് PFO PPFO ആയി നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് പുതിയ FD പ്രോഡക്ട്സിനെ നോക്കി പോകേണ്ടതില്ല. ബാങ്കിന്റെ FD എല്ലാം വളരെ ചെറിയ ഒരു തുകയാണ് നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാൾ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 15% കിട്ടുകയും നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 5% കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് 10%. ഒരു വർഷം 10% ഡിഫറൻസിൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു 20-35 കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്ര കോടികളുടെ വ്യത്യാസമാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് എക്സസ് മണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി, അത് മിക്കവാറും നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു വീട് എന്നുള്ള ഒരു ഇത് മാത്രമായിരിക്കണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി എക്സസ് മണി ഉണ്ടെങ്കിൽ ഒരു ചെറിയ പ്ലോട്ട് ഇതിലേക്ക് പരിമിതപ്പെടുത്തുക. കാരണം മറ്റ് അനുകൂല ഘടകങ്ങളുള്ളപ്പോൾ റിയൽ എസ്റ്റേറ്റ് വളരെ നല്ലതായി തോന്നാമെന്നുണ്ടെങ്കിലും പിന്നീട് പെട്ടെന്ന് ഒരു താഴ്ച വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ട പോലെ 2008 ശേഷമെല്ലാം ഒരു റിയൽ എസ്റ്റേറ്റ് ബൂം കുറഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം വിൽക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് പലരും അനുഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒരു ശരിയായ രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സിനെ നമ്മൾ വീഡ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്തിനെല്ലാം മാറ്റണം, നമ്മൾ ആരെ സമീപിക്കണം, നമ്മൾ ശരിയായ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ സമീപിച്ചാണോ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ വിശകലനം ചെയ്യണം. കാരണം ഈ പ്രോഡക്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്നും ആവുന്ന തുക എത്രയാണ്, ഇതിൽ നിന്ന് എത്ര ഇതിൽ സമ്പാദിക്കാം, ഇതിന്റെ പാസ്റ്റ് എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവിദ്യ നമുക്ക് കയ്യിലുണ്ട്. എത്രയാണ് പാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടിയിരിക്കുന്നത്, ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ എത്രയാണ് PFന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് തരുന്നത്. രണ്ടിനെയും ഒരു കോംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ ഒരു ഇൻഷുറൻസ്, നമ്മളുടെ ഒരു വിയോഗത്താൽ നമ്മളുടെ ഒരു ലോണോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടുകാർക്ക് ഒരു ബാധ്യത അടച്ചു പോകുന്നുള്ള കാര്യം. ഇത് ഇല്ലാതെ വേറെ റിട്ടയർമെന്റ് പോളിസീസ് അതിലെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു ഇല്ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റിയുടെ കുറവ് എല്ലാം നമുക്ക് അനുഭവപ്പെടാം. ഇത് കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസും നമുക്ക് വേണ്ടതാണ്. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസിനോടൊപ്പം തന്നെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസും നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയുള്ള എൻ്റെ അടുത്ത 2 വീഡിയോസും ഈ കാര്യങ്ങൾ എങ്ങനെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താം എന്നതിനെ പറ്റിയാണ്. അതും നിങ്ങൾ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ? മ്യൂച്വൽ ഫണ്ട്, ETF, ലോങ് ടേം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു 5-10 വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ? എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതെന്റെ ഉറപ്പ്. പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത്. പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെയും അവരുടെയും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവട് ഇവിടെ നിന്നാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.